എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സ്നേഹത്തിൻ്റെയും സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും വിഷു ആശംസകൾ. ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നതിനുള്ള മറ്റൊരു കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ നമ്മൾ കൃഷ്ണൻ്റെ വിഗ്രഹം വയ്ക്കുന്നതിനെ കുറിച്ചുള്ള ഒരു സംസാരം ഉണ്ടായിരുന്നു. അപ്പോൾ എന്നോട് ഒന്ന് രണ്ട് പേരോട് വിളിച്ചു വെച്ചു, അതല്ല കൃഷ്ണകുമാറെ, നമുക്ക് കൃഷ്ണനെയും നമ്മൾ ശരിക്കും അഭിവൃദ്ധിയുടെയൊക്കെ ദേവതയായിട്ട് തന്നെ കണ്ടിട്ടുള്ളത്, അതുകൊണ്ടാണല്ലോ നമുക്ക് വിഷുക്കണി വയ്ക്കുമ്പോൾ കൃഷ്ണൻ ഒത്തിരി പ്രാധാന്യം കൊടുക്കുന്നത്, മറ്റൊന്നും ഇല്ലെങ്കിലും കൃഷ്ണന്റെ വിഗ്രഹം മാത്രം കണ്ടാൽ മതി എന്നും പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് തീർച്ചയായിട്ടും അതെ. അതായത് എല്ലാ തരത്തിലുള്ള ഭൗതിക സുഖ നേട്ടങ്ങളുടെയും അഭിവൃദ്ധിയുടെയും ഒക്കെ കാരണക്കാരനും ശരിക്കും ഭഗവാൻ തന്നെയാണ്, അതിന് സംശയമൊന്നുമില്ല. അതായത് ഭഗവാൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ലൈക്ക് എ സൂപ്പർ മാർക്കറ്റ് ആണ്. എന്താണോ ചോദിക്കുന്നത് എല്ലാം അവിടെ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് രോഗമാണോ, രോഗം മാറ്റാം; ജോലി വേണോ, ജോലി കിട്ടും; കല്യാണം നടക്കണില്ലേ, കല്യാണം നടത്താം; എല്ലാം അവിടെ അവൈലബിൾ ആണ് എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അങ്ങനെയുള്ള ഒരുപാട് എക്സ്പീരിയൻസുകൾ നമ്മൾ കണ്ടിട്ടുമുണ്ട്, കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നത് ശരിക്കും ഭഗവാന്റെ അവതാര ഉദ്ദേശ്യം എന്തായിരുന്നു എന്നുള്ളത് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്, ഭഗവാൻ ജനിച്ച സമയം മുതൽ കണ്ടവർക്കും, അതായത് ഭഗവാനെ കുറിച്ച് കേട്ടവർക്കും, പറഞ്ഞവർക്കും, അറിഞ്ഞവർക്കും, കൊല്ലാൻ വന്നവർക്കും, യുദ്ധം ചെയ്തവർക്കും, പുച്ഛിച്ചവർക്കും, എതിർത്ത് നിന്നവർക്കും, കൂടെ നിന്നവർക്കും എല്ലാവർക്കും മോക്ഷമായിരുന്നു ശരിക്കും ഭഗവാൻ കൊടുത്തിട്ടുള്ളത്. അതേപടി നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിനെല്ലാം ഒരു എൻഡ് എന്ന് പറയുന്നത് ശരിക്കും ആ ഒരു അവതാര ഉദ്ദേശത്തിന്റെ ലക്ഷ്യത്തിനോട് അവസാന കാലഘട്ടം ആയപ്പോഴേക്കാണ് നമ്മുടെ മഹാഭാരത യുദ്ധം വരുന്നത്. അതായത് നമ്മൾ വെടിക്കെട്ടൊക്കെ നടത്തുന്ന പോലെ കുറേശ്ശെ നടത്തി ഒരു കൂട്ടപ്പൊരിച്ച് നടത്തുന്ന പോലെ കുറേ പേർക്ക് ഒരുമിച്ച് ഒരു മോക്ഷം കൊടുക്കുന്ന ഒരു അവസ്ഥയായിരുന്നു മഹാഭാരത യുദ്ധത്തിൽ വന്നിട്ടുള്ളത്. ഇതിനെ കറക്റ്റായിട്ട് മനസ്സിലാക്കുന്ന ഒരു എപ്പിസോഡ് അല്ലെങ്കിൽ അതിനെ മനസ്സിലാക്കുന്ന ഒരു കഥ ഈ മഹാഭാരതത്തിൽ ഈ യുദ്ധത്തിനോടനുബന്ധിച്ച് തന്നെയുണ്ട്. ശരിക്കും എന്താണ് ഭഗവാന്റെ അവതാര ഉദ്ദേശം എന്നുള്ളത് മനസ്സിലാക്കി തരുന്നത്. അതായത് യുദ്ധം ആസന്നമായിരിക്കുന്ന ഈ ഒരു അവസരത്തിൽ മഹാഭാരത യുദ്ധം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ ജസ്റ്റ് കൗരവരും പാണ്ഡവരും മാത്രം തമ്മിൽ നടന്നൊരു യുദ്ധമല്ല. ശരിക്കും ഇറ്റ് വാസ് ലൈക്ക് എ വേൾഡ് വാർ. അതായത് ആ കാലഘട്ടത്തിലുള്ള എല്ലാ രാജ്യങ്ങളും, രാജാക്കന്മാരും, സേനകളും പങ്കെടുത്തിട്ടുള്ള ഒരു മഹായുദ്ധമായിരുന്നു ശരിക്കും കുരുക്ഷേത്ര യുദ്ധം എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് അങ്ങനെ സംഭവിച്ചത് എന്ന് വെച്ചാൽ നമുക്കറിയാം, ഇപ്പോൾ പാണ്ഡവരും കൗരവരും തമ്മിൽ യുദ്ധത്തിന് തയ്യാറെടുത്തപ്പോൾ ഇവരോടൊക്കെ സ്നേഹമുള്ള ആളുകൾ അവരവരുടെ സഖ്യങ്ങൾ ചേർന്ന് അതുപോലെ നമുക്കറിയാം, ശത്രുവിന്റെ ശത്രു മിത്രം എന്ന് പറഞ്ഞൊരു അവസ്ഥ വന്നപ്പോൾ ഒരു രാജാവ് ഒരു സഖ്യത്തിലേക്ക് ചേർന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിനോട് എതിർപ്പുള്ളവർ മറു സഖ്യത്തിലേക്ക് ചേർന്നുകൊണ്ടിരിക്കും. അങ്ങനെ അത് ചേർന്ന് വലിയ ഒരു യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതേപടി തന്നെ രാജാക്കന്മാർ എന്ത് ചെയ്യും, സൗഹൃദത്തിലുള്ള മറ്റു രാജാക്കന്മാരുടെ അടുത്ത് പോയിട്ട് സേനകളെ ചോദിക്കും, അവരുടെ ഒരു സപ്പോർട്ടും കൂടെ ചോദിക്കുന്ന ഒരു അവസ്ഥ സമയത്ത് ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു സമയത്താണ് ശരിക്കും ഭഗവാൻ കൃഷ്ണന്റെ സേനയും വളരെ ഫേമസ് ആയിട്ടുള്ള സേനയാണ്, വളരെ പവർഫുൾ ആയിട്ടുള്ള സേനയാണ്. നാരായണി സേന എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിന്റെ, അതായത് സാത്വികി, കൃതവർമാവ് ഇങ്ങനെയുള്ളവരൊക്കെ നയിക്കുന്ന ആ ഒരു സേന ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള സേനയായിരുന്നു. അപ്പൊ അതിന്റെ സപ്പോർട്ടും കൂടെ കിട്ടാനായിട്ട് ശരിക്കും ദുര്യോധനും ഒന്ന് ട്രൈ ചെയ്യണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെയായിരുന്നു വെച്ചാൽ, ഇപ്പോൾ ദുര്യോധനെ ശരിക്കും ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ ഒരു മടിയുണ്ട് സേനയെ ചോദിക്കാനായിട്ട്. കാരണം ഈ യുദ്ധത്തിന് മുന്നോടിയായിട്ട് നടന്ന ചർച്ചകളിൽ, അതായത് ഭഗവാൻ പോയ ദൂതിലൊക്കെ ഭഗവാനെ അവഹേളിക്കാനും കെട്ടിയിടാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ചളിപ്പ് ശരിക്കും ദുര്യോധനുണ്ട്. പക്ഷെ ബലരാമൻ അവിടെ ഉണ്ട് എന്നുള്ളത് അദ്ദേഹത്തിന് ഭയങ്കര സപ്പോർട്ടാണ്. കാരണം ബലരാമന്റെ വത്സല ശിഷ്യനാണ് ദുര്യോധനൻ. അപ്പൊ തീർച്ചയായിട്ടും ബലരാമന്റെ സഹായം കിട്ടും എന്നൊരു ഉറപ്പ് അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ അതേപടി തന്നെ പാണ്ഡവപക്ഷത്താണെങ്കിലും തീർച്ചയായിട്ടും നമുക്ക് ഭഗവാൻ സഹായിക്കും എന്നുള്ളൊരു ധാരണ അവർക്കും ഉണ്ട്. അപ്പൊ ഇവര് ഇങ്ങനെ ഈ ഭഗവാന്റെ സഹായം തേടുന്നതിന് വേണ്ടിയിട്ട്, കൃഷ്ണന്റെ സഹായം തേടുന്നതിന് വേണ്ടിയിട്ട്, സേനയുടെ സഹായം തേടുന്നതിനായിട്ട് എത്തിച്ചേരുകയായിരുന്നു. അപ്പോൾ രണ്ടുപേരും ഒരുമിച്ചാണ് അവിടെ എത്തിച്ചേർന്നത്. അപ്പോൾ ഇത് ശരിക്കും ഭഗവാൻ മട്ടുപ്പാവിൽ നിന്ന് കാണുന്നുണ്ട് ദുര്യോധനൻ വരുന്നതും അർജുനൻ വരുന്നതും. അപ്പൊ എന്തുകൊണ്ട് അർജുനൻ പോയി? ദുര്യോധനൻ ഓഫ് കോഴ്സ് അവിടുത്തെ രാജാവ് ആയതുകൊണ്ട് തന്നെ അദ്ദേഹം തന്നെ ചെന്ന് സഹായം അഭ്യർത്ഥിക്കാനായിട്ട്. അർജുനൻ പോയതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, അർജുനനെ സംബന്ധിച്ചിട്ട് ഭഗവാനോട് ഈ പാണ്ഡവർ കുറച്ചധികം കൂടുതൽ കണക്ഷൻ ഉള്ളതും പ്ലസ് അവിടെ ഒരു റിലേഷൻഷിപ്പും കൂടി ഉണ്ട്, ഒരു അളിയൻ ബന്ധം കൂടെ അവിടെ ഉള്ളതുകൊണ്ട് തന്നെ അദ്ദേഹമാണ് മുൻകൈ എടുത്തിട്ട് ഞാൻ പോയി ചോദിക്കാം എന്നുള്ള രീതിയിലേക്ക് ചെല്ലുന്നത്. ഇപ്പോൾ രണ്ടുപേരും ആക്സിഡന്റലി ഒരു ദിവസമാണ് ചെന്ന് കയറുന്നതും ഇത് ഭഗവാൻ കാണുന്നുണ്ട്. ഭഗവാൻ വളരെ ട്രിക്കി ആയിട്ട് ഒരാളാണ്. അപ്പൊ അദ്ദേഹം എന്തെന്ന് വെച്ചാൽ അവിടെ പോയിട്ട് കിടന്ന് ഉറങ്ങണ പോലെ ഭാവിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ദുര്യോധനൻ അകത്തേക്ക് കയറി വന്നപ്പോൾ അവിടെ കൃഷ്ണൻ കിടന്നുറങ്ങാണ്. ഉറങ്ങുന്നതിന്റെ കാലിന്റെ അടുത്തായിട്ടും അതിന്റെ തലയ്ക്കാൻ ഭാഗത്തായിട്ടും രണ്ട് പീഠങ്ങളുണ്ട്.
ദുര്യോധനൻ സ്വാഭാവികമായിട്ട് രാജാവാണ്. ഇപ്പൊ സഹായം തേടി വന്നാണെങ്കിലും കാൽക്ക് ഇരിക്കാനുള്ള ഒരു ഈഗോ പുള്ളിനെ സപ്പോർട്ട് ചെയ്തില്ല, അല്ലെങ്കിൽ സമ്മതിക്കാത്തതുകൊണ്ട് ആൾ പോയിട്ട് നേരെ തലയ്ക്കാൻ ഭാഗത്ത് തന്നെ ഇരുന്നു. പിന്നെ ഒരു ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു. കാരണം കൃഷ്ണൻ കണ്ണു തുറക്കുമ്പോൾ ആദ്യം നമ്മളെ കാണും, തലയ്ക്കാൻ ഭാഗത്താണല്ലോ ഇരിക്കണേ. ആ ഒരു കാര്യം കൊണ്ട് അദ്ദേഹം അവിടെ പോയിരിക്കുന്നുണ്ടായിരുന്നു. നിമിഷങ്ങൾക്ക് ശേഷം അർജുനൻ കയറി വന്നു. സ്വാഭാവികമായിട്ട് അർജുനൻ ഭഗവാന്റെ കാൽക്കൽ തന്നെ പോയിരുന്നു. ബിക്കോസ് ഹി നോ ദ സ്പോട്ട്, എവിടെയാണ് ഇരിക്കേണ്ടതെന്ന് അദ്ദേഹത്തിന് കറക്റ്റായിട്ട് അറിയാമായിരുന്നു. അദ്ദേഹം ആ കാൽക്കൽ തന്നെ ഇരിക്കുകയും ചെയ്തു. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, നിമിഷങ്ങൾക്ക് ശേഷം ഭഗവാൻ കണ്ണു തുറന്നു. നേരെ കണ്ടത് അർജുനനെയാണ്. നമ്മളിങ്ങനെ കിടന്നുറങ്ങുമ്പോൾ നേരെ ഇങ്ങനെയല്ലേ നോക്കുക. അപ്പൊ കാൽക്കലിരിക്കുന്ന അർജുനനെ കണ്ടു. ആ അർജുനനോ ഇത് എപ്പോ വന്നു എന്ന് വെച്ചു. നമ്മുടെ സീരിയൽ ഭാഷയിൽ പറഞ്ഞാൽ എപ്പോൾ ആഗതനായി എന്നൊക്കെ ചോദിക്കുന്ന രീതിയിൽ നമുക്ക് നമ്മുടെ ഭാഷയിൽ പറയാം. അപ്പോൾ എപ്പോൾ വന്നു എന്ന് വെച്ചപ്പോൾ അദ്ദേഹം പതുക്കെ കണ്ണുകൊണ്ട് ഇങ്ങനെ പുറകിലേക്ക് കാണിച്ചു. അതായത് അവിടെ ജ്യേഷ്ഠൻ ഇരിപ്പുണ്ട്. ജ്യേഷ്ഠനാണല്ലോ തീർച്ചയായിട്ടും ദുര്യോധനൻ. അപ്പോൾ അവിടെയും ഉണ്ട്. അപ്പോൾ കൃഷ്ണൻ ഇങ്ങനെ പതുക്കെ നോക്കിയപ്പോൾ, ഓ നിങ്ങൾ ജ്യേഷ്ഠനും അനുജനും കൂടിയാണ് വന്നിരിക്കുന്നത്, നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളൊക്കെ മാറിയല്ലേ, എന്തായാലും യുദ്ധമൊന്നും വേണ്ടി വരില്ല, നന്നായി എന്ന് പറയുകയും ചെയ്തു. ചുമ്മാ ഒരു ട്രിക്കിയാണ് അത്, അദ്ദേഹത്തിന്റെ ആ ഒരു തമാശ രീതിയിൽ അങ്ങ് പറയുകയും ചെയ്തു. അവരെ ഒന്ന് അളന്നാണ് ബേസിക്കലി. അപ്പോൾ ദുര്യോധനൻ പറഞ്ഞു, യുദ്ധമൊന്നും വേണ്ടെന്ന് വെച്ചിട്ടില്ല, യുദ്ധത്തിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ഞാൻ വന്നിട്ടുള്ളത് അങ്ങയുടെ സഹായം അഭ്യർത്ഥിക്കാനാണ് എന്ന് പറയുകയും ചെയ്തു. അപ്പൊ എന്താണ് സഹായം വേണ്ടതെന്ന് വെച്ചപ്പോൾ പറഞ്ഞു, നമുക്ക് യുദ്ധത്തിന് അങ്ങയുടെ സേനയുടെ സഹായം വേണം എന്ന് പറഞ്ഞു. അപ്പൊ ഭഗവാൻ അർജുനോട് വെച്ചപ്പോൾ അർജുനൻ പറഞ്ഞു, അത് തന്നെയാണ് എന്റെയും ആഗമന ഉദ്ദേശം എന്ന് പറയണ്ടായിരുന്നു. അപ്പൊ ബേസിക്കലി ഭഗവാൻ പറഞ്ഞു, എനിക്ക് രണ്ടുപേരും വേണ്ടപ്പെട്ടവർ തന്നെയാണ്, എനിക്ക് രണ്ടുപേരെയും സഹായിക്കണം എന്നുണ്ട്, പക്ഷെ സേനയെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാൻ പറ്റില്ല. അപ്പൊ എന്താ ചെയ്യാൻ പറ്റുക എന്ന് വെച്ചപ്പോൾ അദ്ദേഹം തന്നെ ഒരു ഉപായം കണ്ടെത്തേണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരു പക്ഷത്തേക്ക് എൻ്റെ പൂർണ്ണമായിട്ടുള്ള സേനയും തരാം, മറുപക്ഷത്ത് ഞാനും വരാം എന്ന് പറഞ്ഞു. അപ്പൊ ഇതിൽ ആരാണ് ഇതിന് തീരുമാനം എടുക്കേണ്ടതെന്ന് വെച്ചപ്പോൾ അർജുനൻ പറഞ്ഞു, ഇത് ദുര്യോധനൻ തീരുമാനം എടുക്കട്ടെ. കാരണം അദ്ദേഹം അപ്പോഴും അർജുനന്റെ ഒരു ക്വാളിറ്റി അവിടെ കാണിച്ചു. അതായത് ജ്യേഷ്ഠ തുല്യനായിട്ടുള്ള അദ്ദേഹം തന്നെ ആദ്യം തീരുമാനം എടുത്തോട്ടെ എന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ടും ദുര്യോധനന്റെ ആവശ്യം അത് തന്നെയായിരുന്നു. ആളെ സംബന്ധിച്ച് ആൾക്ക് വേണ്ട സേന തന്നെയായിരുന്നു. കൃഷ്ണൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആൾക്ക് വിഷയമല്ല എന്ന രീതിയിൽ തന്നെയായിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എനിക്ക് തീർച്ചയായിട്ടും സേനയെ തന്നെ മതി എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ അത് ഓക്കെ ആണോ അർജുനൻ എന്ന് വെച്ചപ്പോൾ അർജുനൻ പറഞ്ഞു, അതെനിക്ക് ഓക്കെ ആണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു, അതെനിക്ക് സമ്മതമാണ് എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ ഇവിടെ പക്ഷെ ദുര്യോധന ചെറിയൊരു സംശയം വന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ കൃഷ്ണൻ എന്തൊക്കെയോ സംഭവങ്ങൾ ഉണ്ടെന്ന് പുള്ളിക്കൊരു ധാരണയുണ്ട്. കാരണം ഈ നമ്മുടെ ഭഗവത്ഗീത നടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ ഒരു ചർച്ച നടക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിനെ പിടിച്ചു കെട്ടാനായിട്ട് ശ്രമിച്ചപ്പോൾ വിശ്വരൂപം കാണിക്കുന്നതിന്റെ ഒരു മുന്നോടിയായിട്ടുള്ള ഒരു സംഭവം നടക്കണ്ടേ. ശരിക്കും അത് കാണാനായിട്ട് ദുര്യോധന പറ്റില്ല. അതിനുള്ള ആള് മോഹാലസ്യപ്പെട്ട് വീണു. ബേസിക്കലി ശരിക്കും ഈ രണ്ടുപേർക്കുള്ള പ്രത്യേകത അതാണ്. അതായത് ദുര്യോധനനും അർജുനനും ഉള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇവർ രണ്ടുപേരും വിശ്വരൂപം ദർശിച്ചിട്ടുള്ളതാണ്. ദുര്യോധനൻ അത് മര്യാദയ്ക്ക് കാണാൻ പറ്റില്ല. പുള്ളി അപ്പോഴേക്കും മോഹാലസ്യപ്പെട്ട് വീണു. എണീറ്റ് കഴിഞ്ഞപ്പോൾ ശകുനി പറഞ്ഞു, അത് കൃഷ്ണന്റെ മായയാണ്, പുള്ളിയുടെ എന്തോ തമാശയാണ്, പുള്ളി എന്തോ മാജിക് കാണിച്ചാണ്, പുള്ളി അങ്ങനെ എന്തൊക്കെയോ കുറെ പരിപാടികളുണ്ട് എന്നുള്ള രീതിയിൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത്ര ഉൾക്കൊള്ളാനാണ് ദുര്യോധന പറ്റിയിട്ടുള്ളൂ. കാരണം ചില ആളുകൾ കണ്ടാൽ പഠിക്കില്ല, കൊണ്ടാൽ മാത്രമേ പഠിക്കൂ എന്നുള്ളതിന്റെ ഒരു ഉത്തമ ഉദാഹരണം അവിടെ സംഭവിച്ചത്. അപ്പോൾ അർജുനൻ പറഞ്ഞു, എനിക്ക് അങ്ങയുടെ സഹായം മതി. അപ്പൊ ദുര്യോധനൻ പതുക്കെ പറഞ്ഞു. മാത്രമല്ല വേറെ സംഭവം കൂടെ കണ്ടിട്ടുണ്ട്. ശിശുപാലൻ, അത്ര ശക്തനായ ശിശുപാലൻ നിമിഷങ്ങൾ കൊണ്ട് 2 കഷണമായിട്ട് മാറിയതും ദുര്യോധന മുമ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ കൃഷ്ണൻ ഭയങ്കര പവർഫുൾ ആണ്, എന്തൊക്കെയോ ശക്തികളുണ്ടെന്ന് പുള്ളിക്ക് അറിയാമെന്ന് പറഞ്ഞു. പക്ഷെ അങ്ങ് ആയുധം എടുക്കരുത് എന്നും കൂടെ ഒരു കണ്ടീഷൻ അങ്ങോട്ട് പറഞ്ഞു. അപ്പോൾ അതും ഭഗവാൻ സമ്മതിച്ചു. അർജുനനും പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം ദുര്യോധനൻ അവിടെ നിന്ന് ഇറങ്ങിണ്ടായിരുന്നു. അർജുനൻ അന്ന് അവിടെ തന്നെ നിൽക്കുകയാണ് ശരിക്കും ആ വീട്ടിൽ, കൊട്ടാരത്തിൽ. അപ്പോൾ ഭഗവാൻ ചോദിച്ചു, അർജുന അബദ്ധമല്ലേ കാണിച്ച്, സേനയെ അവർ കൊണ്ടുപോയില്ലേ, ഞാൻ മാത്രം ഒറ്റയ്ക്കായിട്ട് എന്ത് ചെയ്യും എന്ന് വെച്ചപ്പോൾ അർജുനൻ പറഞ്ഞു, അങ്ങ് എൻ്റെ കൂടെ നിന്നിട്ട് ഞാൻ ഈ യുദ്ധം തോൽക്കുകയാണെങ്കിൽ ഇങ്ങോട്ട് തോൽക്കട്ടെ എന്നുള്ള മൈൻഡ് സെറ്റ് ആയിരിക്കാം കേട്ടോ. ഇത് എനിക്ക് തോന്നിയതാണ്. കാര്യം എന്താ വെച്ചാൽ, ഇവിടെ സാധാരണ നമ്മൾ ഭഗവാന്റെ അടുത്തേക്ക് അങ്ങോട്ടേ പോകും, ഇവിടെ ഭഗവാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഭഗവാൻ കൂടെ നിന്നിട്ടും നമ്മൾ തോൽക്കുകയാണെങ്കിൽ തോൽക്കട്ടെ എന്നുള്ളൊരു മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസിലാണ് ശരിക്കും അർജുന അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക എന്ന് എനിക്ക് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഈ സേനയ്ക്കും ഭയങ്കര അഹങ്കാരമൊക്കെ വന്നിരിക്കുന്ന സമയം. ഭഗവാന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അഹങ്കാരം അദ്ദേഹം ക്ഷമിക്കില്ല. അത് ആരുടെ ആണെങ്കിലും, ഇനിയിപ്പോൾ ഉത്തമ ഭക്തന്മാരുടെ ആണെങ്കിലും, സ്വന്തം വാഹനത്തിന്റെ ആണെങ്കിലും, സ്വന്തം ഭാര്യയുടെ ആണെങ്കിലും, ജ്യേഷ്ഠന്റെ ആണെങ്കിലും, കൂട്ടുകാരനായിട്ടുള്ള അർജുനന്റെ ആണെങ്കിലും, ആർക്കൊക്കെ അഹങ്കാരം വന്നിട്ടുണ്ടോ അവർക്കൊക്കെ പണി കൊടുത്തിട്ടുണ്ട്. ഭഗവാൻ സ്പോട്ടിൽ, ഓൺ ദ സ്പോട്ടിൽ പണി കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് പല കഥകളിൽ കൂടെ അറിയാവുന്നതാണ്. അപ്പൊ ഈ രീതിയിൽ ഒരാള് ഭഗവാന്റെ സേനയും കൊണ്ടും ഒരാള് ഭഗവാനെ മാത്രം സ്വീകരിച്ച് ഇരിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ തന്നെയാണ് ഞാൻ അന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അതായത് നമുക്ക് വേണമെങ്കിൽ എല്ലാ തരത്തിലുള്ള ഭൗതിക നേട്ടങ്ങളും ഭഗവാനിൽ നിന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഭഗവാനെ മാത്രം ചോദിക്കാം. അപ്പോൾ ഒരാൾക്ക് സേനയെ കിട്ടി, ഒരാൾക്ക് ഗീതയെ കിട്ടി. നമുക്കറിയാം ഇതിന്റെ എൻഡ് എവിടെയായിരുന്നു, ഇത് എങ്ങനെയാണ് അവസാനിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാം. യുദ്ധം കഴിഞ്ഞപ്പോൾ ആരാണുണ്ടായിരുന്നതെന്നും ആരാ വിജയിച്ചതെന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇതാണ് ഞാൻ അന്ന് പറഞ്ഞതിന്റെ പൊരുൾ.
നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭഗവാന്റെ അടുത്ത് നമുക്ക് അല്ലാണ്ട് ആരോ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ ഭഗവാന്റെ ഒരു ഐഡൽ നമ്മൾ വീട്ടിൽ കൊണ്ടുവച്ചിട്ട് നമ്മൾ എല്ലാ കാര്യത്തിലും ഇറങ്ങുമ്പോൾ ഭഗവാനെ നടത്തി തരണേ എന്ന് മാത്രം ചോദിച്ചുകൊണ്ടതിൻ്റെ കാര്യമില്ല. എന്താണ് ഭഗവാന്റെ യഥാർത്ഥ ലക്ഷ്യം, അല്ലെങ്കിൽ എന്താണ് നമ്മൾ യഥാർത്ഥത്തിൽ ഭഗവാനിൽ നിന്ന് ഉൾക്കൊള്ളേണ്ടത് എന്നും കൂടെ നമ്മൾ അറിയേണ്ടത് എന്ന് മാത്രം ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ വിഷു ദിനത്തിൽ നിങ്ങൾക്ക് ഈ ഒരു കഥ കേൾക്കാൻ ഭാഗ്യം സിദ്ധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും ഒത്തിരി നന്മ നേരുന്നു. എല്ലാവർക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാപ്പി വിഷു വൺസ് അഗൈൻ. താങ്ക് യു സോ മച്ച്. നമ്മുടെ ചാനൽ തുടർച്ചയായിട്ട് കാണുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റിലിടുക. വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് അ ലോട്ട്. ടേക്ക് കെയർ.